സായിറാം കൂട്ടുകാരെ, കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് കുഞ്ഞു സത്യൻ്റെ കഥകൾ കേൾക്കാം. ബാലലീലകൾ. തൊട്ടിലിൽ കിടന്ന് കൈകാലുകൾ ഇളക്കി പല്ലില്ല മോണ കാട്ടിച്ചിരിക്കുന്ന കുഞ്ഞ് പരിചരിക്കുന്നവരുടെ മനം കൂടി കവർന്നു. ചുറ്റിനും നിന്ന് തൊട്ടിലാട്ടി താരാട്ടു പാടിയവർ തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മറന്ന് അവർക്ക് അജ്ഞാതമായ എന്തോ ശാന്തത അനുഭവിക്കാൻ കഴിഞ്ഞു. കുഞ്ഞു സത്യന്റെ ആകർഷണം ഗ്രാമത്തിലെങ്ങും ആനന്ദം വാരി വിതറി. അങ്ങനെ ആനന്ദ സ്വരൂപനോടൊപ്പം ആനന്ദത്തിൽ നാളുകൾ കടന്നുപോയി. തൻ്റെ കുഞ്ഞിന് എന്തോ അസാധാരണത്വമുണ്ടെന്ന് ഈശ്വരാമ്പയ്ക്ക് പലപ്പോഴും തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഭയവും. ഈശ്വര, കുഞ്ഞിന് ആരുടെയെങ്കിലും കണ്ണുകിട്ടിയാലോ? അതായിരുന്നു ഭയം. അന്ന് ദ്വാപരയുഗത്തിലും ഇതുതന്നെ ആയിരുന്നു യശോദാദേവിയുടെ അവസ്ഥ. അമ്മയുടെ പരിഭ്രമം നിഴലിച്ച മുഖം കാണുമ്പോൾ മടിയിലിരുന്ന് കുഞ്ഞു ചിരിക്കും. ഒരിക്കൽ ആരും വീട്ടിലില്ലാത്ത സമയം അമ്മ കുഞ്ഞിന് ആഹാരം കൊടുക്കാനായി എടുത്തു. അപ്പോഴാണ് ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണന്റെ ചിത്രം ശ്രദ്ധയിൽപ്പെട്ടത്. എത്രയോ കാലമായി അതവിടെ കിടക്കുന്നു. പക്ഷെ ഇന്നെന്താ ചിത്രത്തിന് ഒരു പ്രത്യേകത? ഈശ്വരാമ്പ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഉണ്ണിക്കണ്ണന്റെ ചിത്രം ഒന്നുകൂടി ശ്രദ്ധിച്ചു. വെണ്ണക്കലം തട്ടിയിട്ട് അത് കൈക്കലാക്കാൻ വെമ്പുന്ന കാർവർണ്ണൻ. ആ ചിത്രത്തിലേക്ക് നോക്കും തോറും ആ അമ്മയുടെ മനസ്സിൽ ആനന്ദം ഉറവ പൊട്ടി. ഈശ്വരാമ്പ കുഞ്ഞു സത്യനെ നോക്കി. കുഞ്ഞ് വശ്യമായി പുഞ്ചിരിച്ചു. പെട്ടെന്ന് ഈശ്വരാമ്പയ്ക്ക് തോന്നി, കണ്ണനെ പോലെ തന്നെയല്ലേ തൻ്റെ കുഞ്ഞും. ശ്രദ്ധിച്ചു നോക്കൂ കൂട്ടുകാരെ, ഈശ്വരാമ്പ പറഞ്ഞത് ശരിയല്ലേ? അതെ, ഒരുപോലെ തന്നെ. ചുരുണ്ട മുടിയും വശ്യമായ മിഴികളും തുടുത്ത കവിൾത്തടങ്ങളും മധുരാധരങ്ങളും നിറവും എല്ലാം ഒരുപോലെ തന്നെ. തൻ്റെ പുന്നാരമുത്തിനെ മാറോട് ചേർത്ത് ആ ഭാഗ്യവതി ആനന്ദ നിമഗ്നയായി. കുഞ്ഞിന് 9 മാസം പ്രായമായി. ഈശ്വരാമ്പ കുഞ്ഞിനെ കുളിപ്പിച്ച് പുത്തനുടുപ്പ് അണിയിച്ച് കണ്ണെഴുതി ശിവക്ഷേത്രത്തിലെ വിഭൂതി കുഞ്ഞു നെറ്റിയിൽ അണിയിച്ചു. അതിനു മേലെ സത്യഭാമ ക്ഷേത്രത്തിലെ കുങ്കുമം ചാർത്തി. അതോടെ അമ്മയെ നോക്കി കുഞ്ഞൊന്ന് മന്ദഹസിച്ചു. ഈശ്വരാമ്പ നിർവൃതിയിലാണ്ടു. കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി മെല്ലെ തൊട്ടിലാട്ടി. കുഞ്ഞു മിഴികൾ കൂമ്പാൻ തുടങ്ങി. പതിയെ നിദ്രയിലേക്ക് വഴുതി വീണു. അമ്മ അടുപ്പത്ത് വച്ച പാലിന്റെ കാര്യം പൊടുന്നനെ ഓർത്തു. ഇപ്പോൾ തിളച്ചു കാണും. അടുക്കളയിലേക്ക് തിടുക്കത്തിൽ നടന്നു. പാൽ വാങ്ങി വച്ചതും കുഞ്ഞിന്റെ കരച്ചിൽ. ഈശ്വരാമ്പ അന്താളിച്ചു. ഇത്രയും നാളുകൾക്കിടയിൽ ഒരിക്കൽ പോലും കുഞ്ഞ് കരഞ്ഞിട്ടില്ല. ജനിച്ച സമയത്ത് താൻ പിച്ചി നോക്കിയപ്പോൾ പോലും പുഞ്ചിരി തൂകിയ വിചിത്ര ചരിത്രമാണ് കുഞ്ഞിനുള്ളത്. അവർ പരിഭ്രമത്തോടെ ഓടിച്ചെന്നു. കുഞ്ഞ് കരയുകയാണ്. തിടുക്കത്തിൽ കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി. അതോടെ കരച്ചിൽ നിർത്തി. ഈശ്വരാമ്പ വ്യക്തമായും അത് കണ്ടു. എന്താണെന്നോ? കുഞ്ഞിന്റെ ശിരസിന് ചുറ്റും ഒരു പ്രകാശവലയം. തൻ്റെ തോന്നലെന്ന് ആദ്യം കരുതി. കണ്ണടച്ചും തിരുമ്മിയും നോക്കി. പ്രകാശവലയം കൂടുതൽ സ്പഷ്ടം. മാത്രമല്ല, അതിൽ നോക്കും തോറും കുളിർമയും ആഹ്ലാദവും അനുഭവപ്പെടുന്നു. വളരെ വളരെ സാവധാനത്തിലാണ് ആ പ്രകാശം
അന്തരീക്ഷത്തിൽ ലയിച്ച് ഇല്ലാതായത്. അമ്മ എല്ലാം മറന്ന് ഇരുന്നു പോയി. ലക്ഷ്മമ്മ തട്ടി ഉണർത്തിയപ്പോഴാണ് കണ്ണു തുറന്നത് തന്നെ. മടിയിൽ നോക്കിയപ്പോൾ കുഞ്ഞുറങ്ങുന്നു. എന്തു പറ്റി? മുഖഭാവം കൊണ്ടും ആംഗ്യം കൊണ്ടും ലക്ഷ്മമ്മ തിരക്കി. ഈശ്വരാംബ തൻ്റെ അനുഭവം വിവരിച്ചു. അതു കേട്ട് മിഴിനീരടക്കാൻ കഴിയാതെ തൻ്റെ വിരലുകൾ ചുണ്ടിൽ ചേർത്ത് ആ വൃദ്ധ മെല്ലെ പറഞ്ഞു, മക്കളെ, ഇതാരോടും പറയരുത്. ആർക്കും തന്നെ ഇതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാകുകയില്ല. ആനന്ദം വാരി വിതറി സത്യൻ വളർന്നു. സത്യന്റെ സാമീപ്യം അവരിൽ വളരെ ആനന്ദമുണർത്തി. പക്ഷേ ഈശ്വരാംബ അസ്വസ്ഥയായിരുന്നു. കുട്ടികളുടേതായ ശാഠ്യമോ വഴക്കോ ഒന്നുമില്ല. തികഞ്ഞ ശാന്തത. കുഞ്ഞിന് ദീനം വല്ലതുമുണ്ടോ എന്ന് വരെ ആ പാവം ശങ്കിച്ചു. കൊച്ചു സത്യന് പ്രത്യേക ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ല. ആരോടും വഴക്കിടില്ല, തർക്കുത്തരങ്ങളില്ല, വാശിയില്ല, ബഹളം കൂട്ടിയുള്ള കളികളില്ല. കൂട്ടുകാരെ, നിങ്ങൾ വീട്ടിൽ വാശി കാണിക്കാറുണ്ടോ? വഴക്കു കൂടാറുണ്ടോ? അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കാറുണ്ടോ? നമ്മുടെ സ്വാമിക്ക് അച്ഛനും അമ്മയും പറയുന്നത് അനുസരിക്കുന്ന കുട്ടികളെ എന്ത് ഇഷ്ടമാണെന്നോ? സത്യന് വയസ്സ് 3 കഴിഞ്ഞു. ഇതിനകം ഗ്രാമവീഥികൾ കുഞ്ഞു സത്യന്റെ കിളിക്കൊഞ്ചലും പാട്ടും കേട്ട് ധന്യമായിട്ടുണ്ടായിരുന്നു. ആരുടെയും കണ്ണ് തട്ടാതിരിക്കാൻ ഈശ്വരാംബ കുഞ്ഞിനെ ഒഴിയുമായിരുന്നു. ആനന്ദക്കുട്ടനായി നടക്കുന്ന കൊച്ചു സത്യൻ ഇടയ്ക്ക് പെട്ടെന്ന് മൗനമാകും. കണ്ണു നിറഞ്ഞ് തുളുമ്പും, കവിളുകൾ ചുവന്നു തുടുക്കും, ചുണ്ടുകൾ വിതുമ്പും. ആദ്യമൊന്നും ഈശ്വരാംബയ്ക്ക് കാരണം മനസ്സിലായില്ല. പിന്നീട് മനസ്സിലായി. മറ്റാരുടെയെങ്കിലും ദുഃഖമാണ് കുഞ്ഞിനെ നൊമ്പരപ്പെടുത്തുന്നത്. ചിലപ്പോൾ തെരുവിലോ വീട്ടിലോ വന്ന ധർമ്മക്കാരനായിരിക്കും, ഏതെങ്കിലും രോഗിയായിരിക്കും. അവരുടെ വേദനയും ദുഃഖവും കൊച്ചു സത്യൻ അനുഭവിക്കുന്നത് പോലെ തോന്നും നിഷ്കളങ്കമായ ആ കണ്ണും കവിളുകളും കാണുമ്പോൾ. തെരുവിലൂടെ പോകുന്ന അഗതികൾക്കും അശരണർക്കും അത്താണിയായിരുന്നു സത്യൻ. വീട്ടിലുള്ളതൊക്കെ അവൻ എടുത്തു കൊടുക്കും. ഈ ദീനാനുകമ്പ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായി. ഒരു നാൾ ഈശ്വരാംബ താക്കീത് നൽകി. ഇങ്ങനെ വഴിപോക്കർക്ക് വീട്ടിലുള്ളതൊക്കെ എടുത്തു കൊടുത്താൽ നിന്റെ പങ്കായിരിക്കും കുറയുക. നീ വിശന്ന് കിടക്കേണ്ടി വരും. പക്ഷേ ആ ഭീഷണി വിലപ്പോയില്ല. വിശന്നെത്തിയവർക്ക് സത്യൻ വീട്ടിലെ ഭക്ഷണം എടുത്തു കൊടുത്തു. ഭക്ഷണം കഴിക്കാൻ അമ്മ വിളിച്ചപ്പോൾ കുഞ്ഞു സത്യൻ പറഞ്ഞു, എന്റെ പങ്ക് ഞാൻ എടുത്തു കൊടുത്തു, ഇനി എനിക്ക് വേണ്ട. ആർക്കും തീരുമാനത്തിൽ നിന്ന് മാറ്റാനായില്ല. അന്ന് അവൻ പട്ടിണി കിടന്നു. പക്ഷേ അത്താഴം കഴിക്കാതെ കിടക്കുകയാണെന്ന് തോന്നുകയേ ഇല്ല. പിറ്റേന്ന് സത്യൻ ഉണർന്നപ്പോൾ എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ വയറു നിറയെ ഭക്ഷണം കഴിച്ചു. ഞാൻ സത്യമാ പറയുന്നത്. നോക്കൂ, കൈ മണത്തു നോക്കൂ, ഭക്ഷണത്തിന്റെ മണം ഇപ്പോഴുമുണ്ട്. അവരെല്ലാം മാറി മാറി കുഞ്ഞിക്കൈകൾ മണത്തു. ശരിയാണ്, അതീവ ഹൃദ്യമായ ഗന്ധം. തങ്ങൾ ഇന്നേ വരെ കഴിക്കാത്ത സ്വാദിഷ്ടമായ ഏതോ ആഹാരത്തിന്റെ മനം മയക്കുന്ന ഗന്ധം. ആരായിരിക്കും ആ അദൃശ്യനായ അജ്ഞാതനായ ആതിഥേയൻ? ഈശ്വരാംബ ചിന്തിച്ചു. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.
കുഞ്ഞു സത്യനെ പോലെ നിങ്ങളും മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ സഹായിക്കണം. അവരുടെ വേദന നിങ്ങളുടെ വേദന കൂടിയായി മാറണം. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ സായിറാം.